BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അതിനുശേഷം പ്രതികരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. ചെയ്തിരുന്നു 1995 അമെൻഡഡ് വഖഫ് ആക്ട്. അതിനെ കോൺസ്റ്റിറ്റ്യൂഷന് കൂടെ അലൈൻ ചെയ്യാനും മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ലിന്റെ ഇഫക്റ്റാണ് മുൻപത്തെ ജനങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടിന്റെ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ക്രൈസ്തവർക്കിടയിൽ വലിയൊരു വോട്ട് സ്വാധീനം ഇതോടുകൂടി ഇതിനെപ്പറ്റി എന്നോട് ചോദിച്ചൊരു കാര്യമില്ല. രാഷ്ട്രീയം പ്രതിഫലിക്കുമോ കേരളം? നോക്കൂ, ഞങ്ങളുടെ രാഷ്ട്രം ആദ്യം മുതൽ ഇന്ന് വരെ നാളെയും മറ്റന്നാളും ഒരേ സമാനം എല്ലാവരോടൊപ്പം കൂടെ നിന്ന് എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് BJP. അതൊരു 2014 മുതൽ ഇന്ന് വരെ. മറ്റോരാണ് ഇങ്ങനെ യു ടേണും സമ്മർ സോൾട്ടും എല്ലാ ദിവസവും ഓരോരോ ഒന്ന് പറഞ്ഞിട്ട് അവരുടെ പൊസിഷനെല്ലാം ചേഞ്ച് ചെയ്യുന്ന പാർട്ടികളാണ് ഇന്ത്യ അലയൻസിലെ കോൺഗ്രസും CPM. ഞാൻ പിന്തുണ ലഭിച്ചു എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അനുഗ്രഹവും പിന്തുണ അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ വ്യത്യാസമുണ്ട്. ഞാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വികസിത കേരളത്തിന്റെ ഒരു വിഷൻ ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ 20-30 കൊല്ലമായിട്ട് നമ്മുടെ പരാജയപ്പെടുത്തിയ ഈ കോൺഗ്രസും CPM-ന്റെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു പുതിയ ഡയറക്ഷൻ, ഒരു പുതിയ മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ എല്ലാവരോടും, എല്ലാ സമുദായം, എല്ലാ മതവും, എല്ലാ യൂത്തും, എല്ലാ സ്ത്രീകളോടും ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്തെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു പ്രേക്ഷകർ.